ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവിക. ലവ്ലി ദേവികയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈക്ക് ചെയ്യാതെ ആരും വീഡിയോ കാണരുത് കേട്ടോ. ഫസ്റ്റ് കാണുമ്പോൾ തന്നെ ആദ്യമേ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ. അപ്പൊ നേരെ കഥയിലേക്ക് പോയാലോ. നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്ഥിരമായി ഹോട്ടലിൽ പോയി കഴിക്കാൻ ഇഷ്ടമുള്ള ഫുഡ് കിട്ടിയാൽ എങ്ങനെയുണ്ടാവും? ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? നല്ല ഒന്നാം തരം അമ്മായി അമ്മ ബിരിയാണി പോലെ നമ്മുടെ മുമ്പിൽ വിളമ്പി വയ്ക്കുമ്പോ എന്താല്ലേ ഒരു അമ്മായി അമ്മയുടെയും മരുമോന്റെയും കുഞ്ഞു കുഞ്ഞു കുസൃതികൾ നിറഞ്ഞ കഥയാ എന്ന് പറയാൻ പോകുന്നേ. നേരെ സ്റ്റോറിയിലേക്ക് പോകാട്ടോ. നമ്മുടെ കഥാനായകന്റെ പേര് വരുൺ എന്നാണ്. വരുണിന്റെ കല്യാണം കഴിഞ്ഞിട്ടിപ്പോ ഒരു 6 വർഷം കഴിഞ്ഞു. ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്നു. ഒരു കുട്ടിയുണ്ട്. കുട്ടിക്ക് ഇപ്പൊ 4 വയസ്സായി. വൈഫിന്റെ പേര് സീത. സീതയുടെ സീതാ ലക്ഷ്മി എന്നൊക്കെയാണ് ഫുൾ നെയിമെങ്കിലും അവൻ അവളെ സീത എന്നാ വിളിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചുള്ള ഹാപ്പി ലൈഫിലേക്കാണ് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞാവയും കടന്നു വരുന്നത്. നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ എപ്പോഴോ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോൾ നന്നായി തന്നെ ബോഡി ശ്രദ്ധിക്കുന്ന കാര്യത്തിൽ സീത കുറച്ച് വീക്കായി. ശ്രദ്ധിക്കുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നന്നായി ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന ആള് ഡെലിവറി കൂടെ കഴിഞ്ഞപ്പോൾ ഒരു പരിധിക്കപ്പുറം തടിയും കൂടി. ആദ്യമൊക്കെ വരുണത് കാര്യമാക്കിയില്ലെങ്കിലും പിന്നീട് അവന് കിടപ്പറയിൽ ചെറിയ ചെറിയ താല്പര്യക്കുറവൊക്കെ വന്നു തുടങ്ങി. മറ്റൊന്നുമല്ലാട്ടോ, എന്തൊക്കെ പറഞ്ഞാലും പരിപാടികൾ തുടങ്ങാൻ നിൽക്കുന്ന സമയം തന്നെ അവൾക്ക് അധികവും ക്ഷീണവും ഉറക്കവുമായിരിക്കും. അതിനിടയിൽ ഉറക്കത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും വിളിച്ചുണർത്തി കഴിഞ്ഞാലോ ഈ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലും കിടന്നു ഉറങ്ങിപ്പോകുമത്രേ. വരുണിനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കുറച്ചൊക്കെ ഞങ്ങൾ പെണ്ണുങ്ങളും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണല്ലോ. എന്നാലല്ലേ നമ്മുടെയൊക്കെ ഭർത്താക്കന്മാർ നല്ല ജിൽജിലായിട്ട് നിൽക്കുള്ളൂ. അപ്പോ പറഞ്ഞു വന്നത് ഇതാണ്. സീതയോട് ഇടയ്ക്കിടയ്ക്ക് വർക്കൗട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഫുഡിന്റെ ചെറിയ ഡയറ്റ് പ്ലാനൊക്കെ എടുത്താലോ നല്ല രീതിയിൽ സുന്ദരിയായി നിനക്ക് ഇരിക്കാമെന്നും ആ പഴയ 18-19 വയസ്സുണ്ടായ സമയത്തെ ആ ഗ്ലാമറൊക്കെ തിരിച്ചു കിട്ടുമെന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു കൊടുക്കും. പക്ഷെ അവൾക്ക് താല്പര്യമില്ലാട്ടോ. വരുണിന് എപ്പോഴും ഈ ഒരു വിചാരമേ ഉള്ളൂ. ഇത് ഞാൻ കഷ്ടപ്പെട്ട് മോനെ പ്രസവിച്ചപ്പോൾ ഉണ്ടായതാണ്. അവൾ പറയും. അതൊക്കെ സത്യം തന്നെ. പക്ഷെ അത് മാത്രം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. അത് സീതയുടെ ലൈഫിന്റെ വലിയൊരു വശമാണെങ്കിലും വരുണിന്റെ ലൈഫിന്റെ ഒരു വശം കൂടെയല്ലേ അവിടെ നഷ്ടപ്പെടുന്നത്. സീതയ്ക്ക് ഭർത്താവിനോട് അങ്ങോട്ട് ചെന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളൊക്കെ തുടങ്ങിയെടുക്കാനുള്ള ഉഷാറുമില്ല. ചുരുക്കി പറഞ്ഞാൽ ആ കല്യാണ ജീവിതം ഇപ്പോൾ അല്പസ്വല്പം വിരസതയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും ആൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അവന് ഭാര്യ എന്ന് വെച്ചാൽ ജീവനാ. അവളോട് ഭയങ്കര ഇഷ്ടാ. ഒരു പരിധിക്കപ്പുറം ഈ ശരീരത്തിന്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഡിസ്കസ് ചെയ്താൽ അവൾക്ക് വിഷമമായാലോ എന്ന് പേടിച്ചാണ് വരുൺ കാര്യമായിട്ട് അവളെ ഓരോന്ന് പറഞ്ഞ് അടിച്ചേൽപ്പിക്കാത്തതും. അതിനിടയിൽ വരുണിന്റെ എല്ലാ കാര്യങ്ങളും നോക്കി ഒരു കുറവുമില്ലാതെ സീത അവനെ നന്നായി തന്നെ നോക്കുന്നുമുണ്ട്. ജോലിക്കൊക്കെ പോയി നന്നായി സമ്പാദിച്ചു കൊണ്ടുവരുന്നു. വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭാര്യ നന്നായി നോക്കുന്നു. ഒരു ടിപ്പിക്കലി നല്ല ഒന്നാം തരം മല്ലു ഫാമിലി. അതിനിടയിലാണ് സീതയുടെ അമ്മയെ പറ്റി ഞാൻ പറഞ്ഞില്ലല്ലോ. ആള് കുറച്ച് ഫ്രീക്കത്തിയാണ് കേട്ടോ. മോള് നല്ല ഒന്നാന്തരം നാടൻ പെൺകുട്ടിയും ചുരിദാറും സാരിയും ഒക്കെയാണ് വേഷമെങ്കിൽ അമ്മ നേരെ തിരിച്ചാ. നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടാനാണ് പൊതുവെ താല്പര്യം. പറഞ്ഞിട്ട് കാര്യമില്ല, ആള് ബ്യൂട്ടി പാർലറിലാണ് വർക്ക് ചെയ്യുന്നത്. ബ്യൂട്ടീഷ്യനൊക്കെ പഠിച്ച് ചെറുപ്പം തുടങ്ങി ഈ ബ്യൂട്ടീഷ്യൻ കോഴ്സിലൊക്കെ നല്ല ഒന്നാന്തരമായി പാസ്സായത് കൊണ്ട് എന്താ പഠിപ്പിക്കാനായിട്ട് പോകുന്നുമുണ്ട്. സ്റ്റുഡൻസും ഉണ്ട് അമ്മയുടെ കീഴിൽ പഠിക്കാൻ. സ്ഥിരമായിട്ട് അമ്മ പോയിക്കൊണ്ടിരിക്കുന്ന ബ്യൂട്ടി പാർലറിൽ നല്ല തിരക്കുമാണ്. അമ്മ കണ്ടോ സ്വന്തം കാലിൽ നിൽക്കുന്നത്. ഒരു തൊഴിൽ പഠിച്ച് സമ്പാദിക്കുന്നുണ്ട്. ബോഡി നോക്കുന്നുണ്ട്. അമ്മ നല്ല സുന്ദരിയായി ഒരുങ്ങി നടക്കുന്നുണ്ട്. ഈ അമ്മയുടെ മോളാണോ നീയും? നീ എന്ത് പറ്റി? ഒരു പ്രസവം കഴിഞ്ഞതോടെ ഒരു 60 വയസ്സായ ആളുടെ ആറ്റിറ്റ്യൂഡ് ഇട്ടാണ് നടക്കുന്നത്. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുൺ അമ്മയുടെ കാര്യം പറഞ്ഞ് സീതയെ ഒന്ന് ഉഷാറാക്കാൻ നോക്കും. പക്ഷെ അവൾക്ക് അതിലൊന്നും താല്പര്യമില്ല കേട്ടോ. അമ്മ അങ്ങനെയൊക്കെ ഒരുങ്ങി നടക്കുന്നെന്ന് പറഞ്ഞ് എനിക്കതിന് പറ്റണമെന്നുണ്ടോ? ഓരോരുത്തർ ഓരോ പോലെ അല്ലേ വരുൺ. ഹോ, എങ്കിൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ. അവൻ പിന്നീട് ആ ടോപ്പിക്കിൽ സംസാരിക്കാൻ പോവാറില്ല.
വരുണിന് ഒരു പരിധിക്കപ്പുറം അമ്മയോട് വല്ലാത്തൊരു ഇഷ്ടവും ബഹുമാനവും ഉണ്ട്. എന്താണെന്നല്ലേ, ഈ പ്രായത്തിലും അമ്മയ്ക്കൊരു 54 വയസ്സെങ്കിലും കാണും. എന്ത് ജിൽജില്ലാന്നറിയാമോ പുള്ളിക്കാരി. ഒരല്പം പോലും എക്സ്ട്രാ ഫാറ്റ് ബോഡിയിൽ കാണില്ല. അത്രയും വെൽ മെയിൻറ്റൈൻഡ് ആണ് ആ ബോഡി. എന്നാലോ മോൾ അങ്ങനെയുള്ള ഒരാളെ അല്ലാട്ടോ. അവൾ ഇക്കാര്യത്തിലൊക്കെ നേരെ ഓപ്പോസിറ്റാ. അങ്ങനെ ഇരിക്കെ ഇടയ്ക്കിടയ്ക്ക് ഫ്രണ്ടിന്റെ അടുത്ത് വരുൺ കാര്യങ്ങളൊക്കെ പറയും. എടാ, ഈ ഇടയായിട്ട് വല്ലാത്ത മടുപ്പിക്കലാടാ. എന്താ ചെയ്യണ്ടേന്ന് ഒരു പിടിയില്ല. അതെയോ, നിന്നോട് ഞാൻ പണ്ട് തുടങ്ങിയ പറയുന്നല്ലേ, ഭാര്യമാരൊക്കെ ഒരു സമയം കഴിയുമ്പോൾ മക്കളുടേത് മാത്രമായി ഒതുങ്ങിപ്പോവും. അവർക്ക് നമ്മളെപ്പറ്റി വലിയ ചിന്തയൊന്നും ഉണ്ടാവില്ല. എന്താടാ പിന്നെ ചെയ്യണ്ടേ? എന്തൊരു കഷ്ടമായത്. നമ്മളൊക്കെ മനുഷ്യനല്ലേ, ഇതൊക്കെ പിടിച്ചടക്കി വെക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് ആലോചിച്ചിട്ടൊരു പിടിയില്ല. അല്പസമയം കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരൻ വരുണിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, എടാ അളിയ, ഒരു കാര്യമുണ്ട്. നീ ഓക്കെ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അവൻ അയച്ചു കൊടുത്തത് ഒരു സ്പായുടെ ഡീറ്റെയിൽസ് ആയിരുന്നു. ഇതെന്താ? ഇതൊന്നൊന്നര സ്പായ. നമ്മുടെ എറണാകുളത്തുള്ള ഇത്രയും നല്ല സർവീസ് കിട്ടുന്ന സ്ഥലം വേറെയില്ല. ഇവിടെ ഇപ്പൊ എന്തിനാടാ ഞാൻ പോകുന്നേ? എടാ, ഞാൻ പറയുന്നതൊന്ന് മുഴുവനും നീ കേൾക്ക്. ഇവരെന്താ ഉദ്ദേശിക്കുന്നെന്ന് വെച്ചാൽ നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ. നമുക്ക് ഏതൊക്കെ രീതിയിൽ താല്പര്യമുണ്ടോ അതുപോലെയൊക്കെ ഇവരെല്ലാം ചെയ്തു തരും. സ്പാ എന്നുള്ള പേര് ഒരു മറ മാത്രമാ. നിനക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായോ? വരുൺ മെല്ലെ തലകുലുക്കി. ഇതൊക്കെ ശരിയാവുമോടാ? എനിക്ക് അവളെ ചതിക്കാൻ വയ്യ. എടാ, ഇത് ചതിയാണെന്ന് ആര് പറഞ്ഞു? അങ്ങനെയൊന്നും നീ വിചാരിക്കേ വേണ്ട. മനുഷ്യന്മാരായ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് പോലെ ഇതൊക്കെ ആവശ്യമാണ്. ആ ആവശ്യം സാധിക്കാൻ വേണ്ടി കയ്യിൽ നിന്ന് അല്പം പണം ചിലവാക്കി നമ്മൾ പോകുന്നു. അത്രേ ഉള്ളൂ. നിനക്ക് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ നീ വിളിച്ചൊന്ന് ബുക്ക് ചെയ്തോളൂ, എന്നിട്ട് പോയാൽ മതി. എങ്കിൽ ശരി, അങ്ങനെ ആയിക്കോട്ടെ. ആദ്യം താല്പര്യം തോന്നിയില്ലെങ്കിലും പിന്നെയും ഈ കൂട്ടുകാരന്റെ വാക്കുകൾ വരുണിന്റെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിന്നു. ഒന്ന് പോയി നോക്കിയാൽ കൊള്ളാമെന്ന് അവന് ശരിക്കും തോന്നി. കാരണം അത്രയധികം ശരീരം ഇപ്പോൾ കൊതിക്കുന്നുണ്ട് വല്ലാതെ. ഒരു ദിവസം വീട്ടിൽ അല്പം അധികം ജോലികളുണ്ട്, ലേറ്റ് ആവുമെന്ന് പറഞ്ഞു തന്നെയാണ് അവൻ ഇറങ്ങിയത്. അന്ന് വൈകുന്നേരം അവൻ ആ സ്പായിലേക്ക് എത്തി. വെൽക്കം സർ എന്ന് പറഞ്ഞ അവിടെയുള്ള സ്ത്രീ സ്നേഹപൂർവ്വം വരുണിനെ സ്വീകരിച്ചു. സ്പായുടെ സർവീസും കാര്യങ്ങളും പറ്റി നല്ല ധാരണയിലാണ് വരുൺ വന്നിരിക്കുന്നത് അറിയാവുന്നത് കൊണ്ട് അവർ മറയൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കേട്ടോ. സാറിന് ഏത് ടൈപ്പ് ഓഫ് ആളാണ് വേണ്ടത് എന്ന് ചോദിച്ചു. വരുൺ ആലോചനയിലാണ്ടപ്പോഴേക്കും അവർ തല മാത്രം മറച്ചിട്ടുള്ള കുറച്ച് ഫോട്ടോസ് കാണിച്ചു. അത് കണ്ടാൽ മനസ്സിലാവും പല ഏജിലുള്ള അല്ലെങ്കിൽ പല ശരീരപ്രകൃതിയുള്ള സ്ത്രീകളാണ് അവിടെ ഉള്ളത്. അതിൽ നോക്കിയപ്പോൾ അവനെ ആദ്യം തന്നെ ആകർഷിച്ചത് ഒരു ആന്റിയുടെ ബോഡിയായിരുന്നു. ഇത് മതി എന്ന് പറഞ്ഞ് അവൻ സെലക്ട് ചെയ്തു. അവൻ ആഗ്രഹിച്ചതുപോലെ എല്ലാ സാധനങ്ങളും ആവശ്യത്തിലധികമുള്ള എന്നാൽ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു ബോഡി. അവന് ആ ശരീരം കാണുമ്പോൾ വല്ലാത്തൊരു വികാരമാണ്. ഇത് മതി. ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചെറിയ ചെറിയ യൂത്ത് ആയിട്ടുള്ള പെൺകുട്ടികളുടെ ഫോട്ടോയൊന്നും അവൻ ശ്രദ്ധിക്കുക പോലും ചെയ്തില്ല. ഈ ഒരു ക്യാരക്ടറിനോടും ടൈപ്പിനോടുമാണ് താല്പര്യം, അവൻ പറഞ്ഞു. ആ സ്ത്രീ ചിരിച്ചു. സർ, ഇതല്പം കോസ്റ്റ്ലി ആണ്. പോരാത്തതിന് ഇവിടെ ഏറ്റവും അധികം തിരക്കുള്ള ആളുമാണ് ഈ മാഡം. അപ്പോൾ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതെയോ? വരുണിന് സങ്കടമായി. വെയിറ്റ് ചെയ്യാൻ സമയമില്ലല്ലോ, എനിക്ക് വേഗം പോണം. എങ്കിൽ ഓക്കെ സാർ. ഇപ്പോൾ ആ മാഡം ഓൾറെഡി ഒരു മസാജിലാണ് ഉള്ളത്. സാർ ഇപ്പോൾ വേറെ ആരെങ്കിലുമായി തൽക്കാലം മസാജ് തുടങ്ങിക്കോളൂ. മാഡം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഒപ്പം ജോയിൻ ചെയ്യും. എന്താ, അത് മതിയോ? ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. അവർ പറഞ്ഞ പേയ്മെന്റും ചെയ്ത് അവർ സെറ്റാക്കി കൊടുത്തിരുന്ന ഒരു മുറിയിലേക്ക് കടന്നു. അവിടെ അതാ ഒരു മസാജിന് വേണ്ട എല്ലാ പ്രൊഫഷണൽ സെറ്റപ്പും ഉണ്ട് കേട്ടോ. ഒറ്റ നോട്ടത്തിൽ ആരും സംശയിക്കില്ല. ഒരു ചെക്കിങ് വന്നാൽ പോലും പിടിച്ചു നിൽക്കാൻ പറ്റും. അത്രയും കാശ് മുടക്കി തന്നെയാണ് അവരവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. തന്നെ ഇപ്പോ ഉഴിച്ചിലിന് വരാൻ പോകുന്ന സ്ത്രീയെ ഓർത്ത് അവൻ ഇപ്പോഴേ വല്ലാതെ മൂടായി തുടങ്ങി. കാരണം അത്രയും കൊതിച്ചിട്ടുള്ള ഒരു ശരീരപ്രകൃതി തന്റെ ഭാര്യയുടേതുപോലെയല്ല, ഒരു വെറൈറ്റിയാണ്. അവൻ കാത്തിരുന്നു. എങ്കിലും അവർ എന്റെ അടുത്തേക്ക് വരാനായി സമയമെടുക്കുമല്ലോ. മറ്റൊരു പെൺകുട്ടി വന്ന് പുള്ളിയുടെ അടുത്ത് നിന്ന്
മുതുകിലൊക്കെ ഒഴിച്ചിൽ തുടങ്ങി. അർദ്ധനഗ്നനായി കമിഴ്ന്ന് കിടന്നുകൊണ്ടാണ് അവനിപ്പോൾ ആ ഒഴിച്ചിലൊക്കെ ആസ്വദിക്കുന്നത്. ഒരു സൈഡിലായി സാമ്പ്രാണിയോ മറ്റോ പുകച്ചിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയോ എസൻഷ്യൽ ഓയിലൊക്കെ വെച്ചാണ് ഇവർ ഒഴിച്ചിൽ തുടങ്ങിയിരിക്കുന്നത്. നല്ല റിലാക്സ്ഡ് ആയിട്ട് അവന് തോന്നി. ആദ്യമായിട്ടാണ് ഒരു മസാജൊക്കെ ചെയ്യുന്നത്. 2 മണിക്കൂറാണ് സമയം. അതിനുള്ളിൽ ഇവിടുന്ന് പുറത്തും കിടക്കണം. ഓരോന്ന് ആലോചിച്ച് മസാജ് നന്നായി തന്നെ ആസ്വദിച്ച് അവൻ കിടക്കുകയായിരുന്നു. എന്നാൽ ആ വന്ന പെൺകുട്ടിയോട് അവന് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ലാട്ടോ. അങ്ങോട്ടൊന്നും ചെയ്യാനും വരുൺ മുതിർന്നില്ല. പകരം താൻ കാത്തിരിക്കുന്ന സ്ത്രീ വരട്ടെ എന്നായിരുന്നു അവന്റെ മനസ്സിൽ. ഒന്നുമില്ലെങ്കിലും ഇവിടെ വന്നിട്ട് മനസ്സാഗ്രഹിച്ചതല്ലേ, അതങ്ങനെ തന്നെ ആയിക്കോട്ടെ. അല്പസമയം കഴിഞ്ഞപ്പോൾ അതാ അടുത്ത മുറിയിൽ നിന്ന് ഒരു മാസ്കും തലയിൽ ക്യാപ്പൊക്കെ ഇട്ട് ഏതാണ്ട് താൻ നേരത്തെ ഫോട്ടോയിൽ കണ്ടതുപോലെയുള്ള ഒരു സ്ത്രീ വരുന്നു. ആഹാ, അവരെത്തിയോ? ആദ്യമായിട്ടായതുകൊണ്ടാവും വരുണിന് വല്ലാത്ത നെഞ്ചിടിപ്പ്. ഈശ്വര, ടെൻഷനാവുന്നു. ശരിയായ മതിയായിരുന്നു എല്ലാം. ആദ്യത്തേതാണ്, കുളമാവല്ലേ. അവൻ മനസ്സിൽ ഓരോന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അടുത്തു വന്ന സ്ത്രീ ആ പെൺകുട്ടിയുടെ വർത്തമാനം പറയാൻ തുടങ്ങിയിരുന്നു. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നീ വേണമെങ്കിൽ അപ്പുറത്തേക്ക് പോയിക്കോളൂ, ഇതിനി ഞാൻ ഡീൽ ചെയ്തോളാം. ഈ ശബ്ദം എവിടെയോ കേട്ടു പരിചയമുള്ളതുപോലെ തോന്നി അവര്. വരുൺ കാര്യമായി തന്നെ കാത് കൂർപ്പിച്ച് ശ്രദ്ധിച്ചു. ഈശ്വര, നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ഒരു നിമിഷം അവനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കണ്ട കാഴ്ച ഞെട്ടിപ്പോയി. ആ മാസ്കും തലയിലെ ക്യാപ്പുമൊക്കെ അഴിച്ച് ധരിച്ചു കൊണ്ടുവന്നിരുന്ന ആ യൂണിഫോം അഴിച്ചു മാറ്റിയപ്പോൾ അതിനുള്ളിൽ മദാലസ്യായി അവിടെയും എവിടെയും കാണുന്ന ഒരു ഷോർട്ട് ഡ്രസ്സും ഇട്ട് നിൽക്കുന്നു തന്റെ സ്വന്തം അമ്മായിയമ്മ. ഈശ്വര, അവൻ വായ തുറന്നൊന്ന് വിളിച്ചുപോയി. വരുണിനെ തന്നെ മുന്നിൽ അർദ്ധനഗ്നായി കിടക്കുന്നത് കണ്ടപ്പോൾ ആ അമ്മയും തലയിൽ കൈവച്ചുപോയി. എന്റെ ദൈവമേ, ഞാൻ എന്താണ് ഈ കാണുന്നത്? അമ്മ എന്താ ഇവിടെ? വരുൺ, നീ? രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കാൻ പറ്റുന്നില്ല. വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. വരുണാണെങ്കിലോ ആ കമിഴ്ന്നു കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേക്കാനും പറ്റുന്നില്ല. കാരണം അവൻ അരയ്ക്ക് കീഴ്പോട്ടും നഗ്നം തന്നെയാണ്. തന്റെ മുന്നിൽ ഈ കുട്ടിയുടുപ്പും ഇട്ട് നന്നായി തന്നെ എക്സ്പോസ് ചെയ്ത് നിൽക്കുന്ന ഈ അമ്മായിയമ്മയെ കണ്ടപ്പോൾ അവനും ഒട്ടും പ്രതീക്ഷിക്കാത്ത തലയ്ക്കൊരടി കിട്ടിയ അവസ്ഥയായിരുന്നു. അമ്മ ഇപ്പോ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്ത് വരികയാണെന്ന് പറഞ്ഞത് അപ്പോ ഇവിടെയായിരുന്നല്ലേ? ഒന്നും മിണ്ടാതെ ആ സ്ത്രീ തലകുമ്പിട്ട് മാത്രം നിന്നു. അവർക്കൊന്നും പറയാൻ മറുപടി ഉണ്ടായിരുന്നില്ല. ഞാനിവിടെ വന്നത് അമ്മയുടെ മോൾ, അതായത് സീത, എന്നോട് കിടപ്പറയിൽ കാണിക്കുന്ന ഓരോ അവഗണന കൊണ്ടാണ്. എനിക്ക് പിന്നെ മനുഷ്യനല്ലേ, എന്റെ ആഗ്രഹം തീർക്കാൻ വേറെ നിവൃത്തിയില്ലാതെ ഇവിടെ വരേണ്ടി വന്നു. അമ്മ പക്ഷേ അമ്മയുടെ ജോലി ഇതായിരുന്നു. അവൻ സങ്കടത്തോടെ ചോദിച്ചു. അവൾ തലയാട്ടി. എത്ര കാലമായി ഇത് തുടങ്ങിയിട്ട്? വർഷങ്ങളായടാ, ഏതാണ്ട് ഒരു 10 വർഷത്തിനടുത്തായി. അതെയോ? അമ്മയാണ് ഇവിടെ കസ്റ്റമേഴ്സിന് ഏറ്റവും അധികം ഓട്ടമുള്ള മാഡം എന്നവർ പറഞ്ഞു. സത്യമാണോ? അവർ അത് കേട്ട് അവനെ ഒന്ന് നോക്കി. സംശയം എന്താ? അതെ, എന്നെ മാത്രം പ്രതീക്ഷിച്ച് ഒരുപാട് ക്ലയൻസ് ഇവിടെ വരാറുണ്ട്. അത്രയ്ക്ക് സൂപ്പറാവും അമ്മയുടെ സർവീസ് അല്ലേ? അവൻ സംസാരത്തിന്റെ ടോണൊന്ന് മാറ്റി പറഞ്ഞു. അവർ അത്ഭുതത്തോടെ മരുമോനെ ഒന്ന് നോക്കി. അവൻ ഒരു ചിരി ചിരിച്ചു. അമ്മ പേടിക്കൊന്നും വേണ്ട. ഏതായാലും അമ്മയുടെ ഫോട്ടോ കണ്ടിഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷേ അത് എന്റെ സ്വന്തം അമ്മായിയമ്മയായിരിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. നമുക്ക് രണ്ടാൾക്കും ആദ്യം എന്തൊക്കെ പറഞ്ഞാലും ഒരു ചമ്മലുണ്ടാവും. അമ്മ ഓക്കെ അല്ലെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനിവിടുന്ന് പൊയ്ക്കോളാം. ഇനി അമ്മ ഓക്കെ ആണെങ്കിൽ വേറെ ബുദ്ധിമുട്ടൊന്നും വിചാരിക്കണ്ട. ഇതാരും അറിയാനും പോകുന്നില്ല. എവിടുന്നോ കിട്ടിയ ധൈര്യത്തിൽ വരുൺ അത്രയും പറഞ്ഞൊപ്പിച്ചു. വിരിഞ്ഞ കണ്ണുകളോടെ അമ്മായിയമ്മ അവനെ നോക്കി. അവർക്ക് മറ്റൊന്നും പറയാനില്ലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ തൽക്കാലം സീക്രട്ടാക്കി വെക്കാൻ ഇതൊക്കെ തന്നെ മാർഗമുള്ളൂ. അത് മാത്രമല്ല, വരുണിനോട് എന്തൊക്കെ പറഞ്ഞാലും അവർക്കും ചെറിയ രീതിയിലെങ്കിലും അട്രാക്ഷനൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കണക്കിന് വീട്ടിൽ തന്നെ ഇതുപോലൊരു സെറ്റപ്പ് ഉള്ളതും നല്ലതാ. അവർ അല്പം ഉറക്കെ തന്നെ പറഞ്ഞുകൊണ്ട് ചിരിച്ചു വരണു. പിന്നീട് അവിടെ രണ്ടാൾക്കും ഒഴിച്ചിലിന്റെയും പിഴിച്ചിലിന്റെയും എസൻഷ്യൽ ഓയിലിന്റെയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല കേട്ടോ. കുട്ടിയുടുപ്പ് ധരിച്ചിരുന്ന ആ അമ്മയുടെ അടുത്തേക്ക് അവൻ നടന്നെടുത്തു. അവർ അനങ്ങാതെ വരുണിനെ നോക്കി പുഞ്ചിരിച്ചു നിന്നു. അവനവരെ ഘാടഘാടം പുടർന്നു, ചുണ്ടു വലിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ വല്ലാത്ത ശബ്ദങ്ങളായിരുന്നു ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നത്.
താൻ കൊതിച്ചിരുന്ന ആ അമ്മയമ്മയുടെ ശരീരം ഓരോ ഇഞ്ചും അവൻ നുകർന്നുകൊണ്ടേയിരുന്നു. കൊതിയോടെ ആർത്തിയോടെയും അവൻ ഓരോന്നും വസ്ത്രങ്ങൾ മാറ്റി ആസ്വദിച്ചു. അവളാവട്ടെ ഇത്രയും കാലം ഏത് ക്ലയന്റിന്റെ മുമ്പിലാണെങ്കിലും അങ്ങ് തലയുയർത്തി പിടിച്ച് നിർത്തിരുന്ന സ്ത്രീ സ്വന്തം മരുമോന്റെ മുമ്പിൽ ചമ്മലും നാണവും കൊണ്ട് വിവശയായി പോയി. നാണം കൊണ്ട് കൂമ്പിയടഞ്ഞു നിൽക്കുന്ന അവരുടെ മിഴികൾ അവൻ വലിച്ചു തുറന്നു. അമ്മ എന്നെ നോക്ക്, അമ്മയ്ക്കും എല്ലാം കാണണ്ടേ? അമ്മയെ മാത്രം ഞാൻ കണ്ടാൽ പോരല്ലോ. അവർ നാണത്തോടെ അവന്റെ ആ പൗരുഷത്തിലേക്ക് നോക്കി. താനൊട്ടും വിചാരിക്കാത്തതിനേക്കാളും വലുത് തന്നെയായിരുന്നു അത്. അവർ സ്നേഹത്തോടെ അവനെ വീണ്ടും പുണർന്നു. ആ കെട്ടിപ്പിടുത്തം പിന്നീട് അവസാനിച്ചത് നല്ല ഒന്നൊന്നര ഗുസ്തിപിടുത്തത്തിൽ തന്നെയാണേ. രണ്ടുപേരും ആ ഒഴിച്ചിൽ ടേബിളിൽ കിടന്ന് നന്നായി തന്നെ തകർത്ത് കാര്യങ്ങളൊക്കെ നടത്തി. അമ്മയമ്മയുടെ ആ പൂങ്കാവനം അവൻ ശരിക്കും പറഞ്ഞാൽ നല്ല വൃത്തിയും വെടിപ്പുമായി എല്ലാം ചെയ്തു കൊടുത്തു. തിരിച്ച് അമ്മയമ്മയും തന്റെ മോളുടെ അശ്രദ്ധ കാരണമാണ് മരുമോന് ഇവിടെ എത്തേണ്ടി വന്നത്. ഇനി അവന് ഒരു കാര്യത്തിലും മറ്റൊരു സ്ത്രീയുടെ അടുത്തേക്ക് പോവേണ്ടി വരില്ല. അത്രയും വെടിപ്പായി തന്നെ പുള്ളിക്കാരി അവന്റെ മനസ്സ് ശരീരവും ഒരുപോലെ തന്നെ നിറച്ചു കൊടുത്തു. ഇതുപോലെ ഒരു കിടിലൻ അമ്മയെ കിട്ടിയത് എന്റെ ഭാഗ്യം. എല്ലാം കഴിഞ്ഞ് തളർന്നു കിടക്കുമ്പോൾ അവൻ പറഞ്ഞു. അതിനിടയിൽ എണ്ണ ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും ഒഴിച്ചിൽ നടത്താനും കാത്തു നിന്നില്ലാട്ടോ. ശരിക്കും അമ്മയുടെ കൈകൾക്ക് വല്ലാത്ത മാജിക്കാണ്. എന്തൊക്കെ പറഞ്ഞാലും എത്ര കഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എത്ര എഫേർട്ട് ഇട്ടിട്ടോ സീത തന്റെ ദേഹത്ത് ചെയ്യുന്ന കാര്യങ്ങൾ എങ്കിലും ഒരു പരിധിക്കപ്പുറം അതിന് സുഖമൊന്നും തോന്നാറില്ല. ചിലപ്പോൾ ചെയ്യുന്ന ആളുടെ മനസ്സിന്റെ ആ ആഗ്രഹം പോലെ ആയിരിക്കും. അമ്മ ഇപ്പോൾ ചെറുതായെന്ന് വിരലൊടിക്കുമ്പോൾ തന്നെ തന്റെ രോമാഞ്ചമൊക്കെ സഹിക്കാൻ കഴിയുന്നില്ല. അത്രയധികം സുഖമാണ്. അമ്മയുടെ ഓരോ സ്പർശനവും അവസാനിക്കല്ലേ എന്ന പ്രാർത്ഥനയിലായിരുന്നു അവൻ തുടർന്നുകൊണ്ടേയിരുന്നത്. ഒടുവിൽ കൊതിയോടെ രണ്ടുപേരും എല്ലാം അവസാനിപ്പിച്ച് തളർന്നു കിടന്നു കിതച്ചു. പുറത്തുനിന്നുള്ളൊരു ശബ്ദം കേട്ടു. എന്താ ചേച്ചി, ഇന്ന് പതിവിലും ഉഷാറാണല്ലോ. സാധാരണ ചേച്ചിയുടെ റൂമിൽ നിന്ന് ഇതുപോലെ ശബ്ദമൊന്നും കേൾക്കാറില്ല. പക്ഷെ ഇന്ന് രണ്ടാളും തകർത്തു കേട്ടോ. അത് കേട്ടപ്പോൾ നാണം കൊണ്ട് അവർ വീണ്ടും കൂമ്പിപ്പോയിരുന്നു. അമ്മായിയമ്മ ഈ 54 വയസ്സുള്ള സ്ത്രീ ഒരു 34 വയസ്സുകാരിയായി മാറുന്നത് നിമിഷങ്ങൾ കൊണ്ട് അവൻ നോക്കി നിന്നുപോയി. അവരുടെ സൗന്ദര്യമാണെങ്കിലോ അവന് കണ്ണെടുക്കാനും കഴിയുന്നില്ല. ഇക്കാര്യമൊന്നും എന്റെ വായിൽ നിന്ന് ആരും അറിയുമെന്ന് അമ്മ വിചാരിക്കണ്ട. അമ്മയ്ക്ക് പറ്റുമെങ്കിൽ ഈ ജോലിയൊക്കെ നിർത്തിയാൽ നല്ലതായിരിക്കും. കാരണം നമ്മുടെ ഹെൽത്തിനൊന്നും അത്ര നല്ലതല്ലല്ലോ അമ്മേ. വല്ലപ്പോഴുമായി ഇപ്പോൾ ഞാൻ വന്നത് തന്നെ ഒരുപാട് ആലോചിച്ചിട്ടാണ്. അപ്പോൾ 10 വർഷമായി പല ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ അമ്മയ്ക്ക് എത്ര ഡേഞ്ചർ ആയിരിക്കും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അമ്മ ഒന്നും കൂടെ ആലോചിക്കണം കേട്ടോ. അവർ അവനെ നോക്കി ചിരിച്ചു. ഏതാണ്ട് ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിലാണ് ഇപ്പോൾ എൻ്റെ ലൈഫ് എത്തിയിരിക്കുന്നത് മോനെ. ഇനി നിർത്തണമെങ്കിൽ അങ്ങനെയും ആവാം. പക്ഷെ ഒരു പെണ്ണെന്ന നിലയിൽ എനിക്കും വേണ്ടേ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ. നിന്റെ അമ്മായിയച്ഛൻ മരിച്ചതിൽ പിന്നെ എനിക്ക് അക്കാര്യത്തിലും വല്ലാത്ത താല്പര്യമായിരുന്നു. വേറെ രക്ഷയൊന്നുമില്ലാതെ ഈ ജോലിയിലെത്തിയപ്പോൾ പൈസയ്ക്ക് പൈസയുമായി, ബാക്കി കാര്യങ്ങൾക്ക് അതുമായി. ഇനിയിപ്പോൾ അമ്മയ്ക്ക് ഞാനുണ്ടല്ലോ. എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ ശരിയാക്കി തരാം. അവർക്കത് വലിയൊരു ആശ്വാസമായിരുന്നു. മരുമോന്റെ സാന്നിധ്യത്തിൽ തന്നെ 2 ദിവസം കൂടി ഞാനിവിടെ ഉള്ളൂവെന്നും അതിനുശേഷം റിസൈൻ വയ്ക്കുകയാണെന്നും അവർ പറഞ്ഞു. തീർച്ചയായും ആ സ്പാക്കാർക്ക് വല്ലാത്ത വിഷമമായി. കാരണം തങ്ങളുടെ ഒരു മുതൽക്കൂട്ട് തന്നെയാണേ അവിടെ നിന്ന് പോകുന്നത്. തന്റെ വാക്കിന് ഇത്രയും വില തന്ന് തനിക്ക് വേണ്ടി ഇത്രയും ചെയ്തിരുന്ന കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച ആ അമ്മയോട് അവന് വല്ലാത്ത മതിപ്പായിരുന്നു. അത് മാത്രമല്ല അമ്മയ്ക്ക് നേരെ തിരിച്ചു. തന്റെ ഈ അവസ്ഥ മനസ്സിലാക്കി കുറ്റപ്പെടുത്താതെ തന്നെ ഈ ജീവിതത്തിൽ നിന്ന് നല്ലൊരു ജീവിതത്തിലേക്ക് ക്ഷണിച്ച മോനോട് അവർക്കും അളവറ്റ ബഹുമാനം തോന്നി. രണ്ടുപേരും ഒന്നിച്ചുള്ള പുതിയ പുതിയ കഥകൾ അവിടെ പിന്നെ തുടങ്ങുകയായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്വന്തം ഭാര്യയെ അവൻ ഏതാണ്ട് മറന്ന പോലെയായി. കിടപ്പറയിൽ മാത്രം കേട്ടോ. ഇപ്പോൾ അവിടെ അമ്മായിയമ്മയുണ്ടല്ലോ. രണ്ടാളും ഒന്നിച്ചുള്ള നിമിഷങ്ങൾ മാത്രമാണിപ്പോൾ മനസ്സ് നിറഞ്ഞു നിൽക്കുന്നത്. വരുൺ എല്ലാ വിഷയത്തിലും ഇപ്പോൾ സംതൃപ്തനാണ്. അവന്റെ ഓരോ രോമകൂമങ്ങൾ വരെ എങ്ങനെ സന്തോഷിപ്പിച്ച് ത്രസിപ്പിക്കണമെന്ന് ആ അമ്മായിയമ്മയ്ക്കറിയാം. നന്നായി തന്നെ കാര്യങ്ങൾ അറിയാവുന്ന ഒരാളുടെ അടുത്ത് എത്തിപ്പെട്ടതിൽ അവന് ഒരുപാട് സന്തോഷമുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരാണ് ആഗ്രഹിച്ചു പോകാത്തതല്ലേ?
എല്ലാ കാര്യങ്ങളും നന്നായി അറിയുന്ന, നമ്മളെ തികച്ചും വിരലുകൾ കൊണ്ട് തന്നെ സ്വർഗം കാണിക്കുന്ന ഒരാളുടെ അടുത്ത് എത്തിപ്പെട്ടാൽ ആ അനുഭവം എങ്ങനെയായിരിക്കുമെന്ന് അറിയാൻ എല്ലാവർക്കും ഒരു കൊതിയുണ്ടാവില്ലേ? ഒരിക്കലെങ്കിലും അതൊക്കെ നമ്മളൊന്ന് അനുഭവിച്ചിരിക്കണം, അല്ലേ? വരുണിന് കിട്ടിയ ആ ഭാഗ്യം നമുക്കും കിട്ടിയിരുന്നെങ്കിലെന്ന് ചില സമയം കൊതിച്ചു പോകും. എല്ലാവർക്കും സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുതേ. ഫുൾ ഓപ്പൺ വേർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഉണ്ടാവും. എല്ലാവരും അങ്ങോട്ടേക്ക് പോരെ. ബൈ ബൈ ഡിയേഴ്സ്.